ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി നല്ല പട്ട് പോലെ സോഫ്റ്റ് ആവാനും അതുപോലെ സ്മൂത്ത് ആവാനും നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരടിപൊളി ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് മുടിയുടെ ഡ്രൈനെസ് ഉള്ളവർക്ക്, മുടി പൊട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും ഹെയർ ഫോളും ഡാൻഡ്രഫും ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പാക്കും എണ്ണയൊക്കെ ഇട്ടിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ചില ആളുകൾക്ക് പാക്കും എണ്ണയൊക്കെ ഉണ്ടാക്കാനും പ്രയാസമായിരിക്കും, അതുപോലെ അതിനുള്ള സമയം ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇതുപോലെ ഒരു ജെല്ല് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും. മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും കഴിയും. അപ്ലൈ ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലാക്സ് സീഡാണ് വേണ്ടത്. ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കരിഞ്ജീരകം ഏതാണ്ട് ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട്. അത് കഴിഞ്ഞ് റോസ്മേരിയുടെ ഇലകളാണ് ഇട്ടെടുക്കുന്നത്. റോസ്മേരിയും കൂടെ ഇട്ടെടുക്കുക. ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ടെടുക്കുന്നത്. കറിവേപ്പിലയും കുറച്ച് ഒരു 3-4 തണ്ടാണ് കറിവേപ്പില എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡും ഈ ഒരു സംഭവങ്ങളെല്ലാം നല്ലപോലെ തിളപ്പിച്ച് ഇതിൻ്റെ ഒരു സത്തുക്കളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുന്നത് വരെ നമുക്ക് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൽ നല്ലൊരു ജെല്ല് രൂപത്തിലായിട്ട് ഇത് മാറും. അപ്പോൾ ഇത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച് ഒരു ജെല്ല് രൂപത്തിലാവുന്ന വരെ ഇത് തിളപ്പിച്ച് കൊടുക്കുക. നല്ല ജെല്ല് രൂപത്തിലാവുന്ന സമയത്ത് അപ്പോൾ തന്നെ അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് ജെല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കുക. അപ്പോൾ ഇത് ഇറക്കി വെച്ച അപ്പം തന്നെ നമ്മളിത് അരിച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ അത് അരിച്ച് മാറ്റിയെടുക്കുമ്പോൾ നല്ല പോലെ ചൂടാറിയിട്ടാണ് അരിച്ച് മാറ്റുന്നതെങ്കിൽ ഇതുപോലെ അരിപ്പയിൽ അരിച്ച് കിട്ടൂല. അതുപോലെ തന്നെ നമ്മൾ ചൂടാറിയിട്ട് അരിച്ച് മാറ്റുകയാണെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് നല്ല പോലെ പിഴിഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടായി കഴിഞ്ഞാൽ, കുറച്ചൊന്ന് ഹാർഡായി കഴിഞ്ഞാൽ നമുക്കിത് അരിപ്പയിൽ അരിച്ച് കിട്ടൂല. അപ്പോൾ ഇത് ക്ലോത്തിൽ വെച്ചിട്ട് നല്ല പോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോഴേ ഈ ഒരു ജെല്ല് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി നമ്മുടെ മുടിയിലും തലയോട്ടിയിലൊക്കെ ഇത് പുരട്ടി കൊടുക്കുക. മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലും വെക്കാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിലും വെക്കാവുന്നതാണ്. യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ നമുക്കൊരു 2-3 ദിവസമൊക്കെ വെച്ച് നോക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ ഇത് ഹാർഡായിട്ട് വരും. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് 2-3 ദിവസമൊക്കെ കിട്ടും. അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 3 ദിവസമൊക്കെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.